Afternoon all. Afternoon. Okay. നമ്മുടെ കഴിഞ്ഞ ദിവസം എടുത്ത വായിച്ചു നോക്കിയായിരുന്നോ? ഇവിടെ വരെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്, നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോഴ്സ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഹോസ്പിറ്റൽ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? സോറി, ലീക്കേജ് വേസ്റ്റ്, different types of spillage waste hospital just ഒന്ന് പറഞ്ഞു നിർത്തി. ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് തുടങ്ങി നമുക്ക് എടുക്കേണ്ടതല്ലേ അല്ലേ? ഓക്കെയാണോ? വായിച്ചു നോക്കി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ലീക്കേജ് വേസ്റ്റ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. ഓക്കെ, അതിന്റെ സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ leakage waste management is one of the important aspects of waste management in hospitals, as it can have a serious after effect if not managed properly. ഓക്കെ, ശരിയായ രീതിയിൽ നമുക്കറിയാം ഈ പറഞ്ഞ വേസ്റ്റ് മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ വലിയ ആഘാതങ്ങൾ അല്ലെ, പ്രത്യാഘാതങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം അതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അണുക്കള് ഏതെങ്കിലും രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വലിയ ഇൻഫെക്ഷൻസ് എല്ലാ രോഗികൾക്കും അതേമാതിരി തന്നെ അവിടുത്തെ സ്റ്റാഫുകൾക്കൊക്കെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലേ? ഇതൊന്നും വില്ലേജ് വേസ്റ്റ് പോലെ തന്നെ ബയോ മെഡിക്കൽ വേസ്റ്റ് അതും ഇപ്പൊ തന്നെയാണല്ലോ എടുത്തു പോകുന്നത്. അതായത് വേസ്റ്റിന്റെ പഠനങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ആണോ? അതിനെ കുറിച്ച് തന്നെയാണോ ഡിസ്കസ് ചെയ്തത്? ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. എന്താണ് ഇതിൽ പറയുന്നത്? ലീക്കേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അതില് നമുക്കറിയാം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ചെറിയ രീതിയിലുള്ള സ്പില്ലേജ് അത് കെയർലെസ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ അണുക്കളെല്ലാം ഏതെങ്കിലും രീതിയിലൊക്കെ പറ്റിപ്പിടിച്ച് വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത. അപ്പോൾ നമുക്കറിയാം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ കെമിക്കൽ കണ്ടന്റ് ഒക്കെ അതിന്റെയൊക്കെ സ്ഫോടനം, ചെറിയ രീതിയിലുള്ള ഒരു സ്ഫോടനമൊക്കെ എന്ന് പറയുന്നത് അത് വലിയ വലിയ രീതിയിൽ തന്നെ എൻവയോൺമെന്റിനെ പോലും പൊല്യൂട്ടഡ് ആക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സുകൾ എടുത്തതിന് ശേഷമാണ് അതെല്ലാം കൈകാര്യം ചെയ്തു പോകുന്നത്. നോക്കാം, പ്രോപ്പർലി മാനേജ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് നോക്കുമ്പോൾ ഫസ്റ്റ് വൺ, ടു മാനേജ് ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ദ ഫോളോയിങ് സ്റ്റെപ്സ് ക്യാൻ ബി ഫോളോഡ്. ഫസ്റ്റ് വൺ പറയുന്നത് ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ എ പ്ലേസ്. ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത് എന്താണ്? ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. ആ പ്ലേസിൽ പെട്ടെന്ന് അല്ലെ ഒരു ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ അവിടെ ഉണ്ടായിരിക്കും. Hospital should prepare a plan in place for responding to leakages, which identify the types of spillage, evaluate the risk, and carry out active measures to contain and clear the leakage. Okay, ഒരു സ്പില്ലേജ് സംഭവിച്ച ആദ്യം തന്നെ നമുക്കറിയാം റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലെ ആ ഒരു റെസ്പോൺസ് ലീക്കേജ് ടീം എത്രയും പെട്ടെന്ന് വന്ന് അത് നല്ല രീതിയിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ, ഐഡന്റിഫൈ ചെയ്യണം ഏത് തരത്തിലുള്ള സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ സ്പില്ലേജ് ആണോ, ഇതാണോ ലബോറട്ടറിയിലുള്ള സ്പില്ലേജ് സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കെമിക്കൽ കണ്ടന്റിന്റെ ഒരു സ്പില്ലേജ് ആണോ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതെന്താണെന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, അതിനുശേഷം നമുക്കറിയാം അതിന്റെ റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഐഡന്റിഫൈ ചെയ്താൽ ഇപ്പൊ നമുക്ക് കെമിക്കൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഒക്കെയാണ് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്ത് പോയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു പൊട്ടിത്തെറികളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ എംപ്ലോയി അവിടെയുള്ള വർക്കേഴ്സിനെയും ബാധിക്കും, ഒപ്പം തന്നെ പേഷ്യൻസിനെയും
അതൊക്കെ ബാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അത് എത്രയും പെട്ടെന്ന് തന്നെ അതെല്ലാം കൃത്യമായിട്ട് എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആൻഡ് ക്യാരി ഔട്ട് ആക്റ്റീവ് മെഷേഴ്സ് ടു കണ്ടെയ്ൻ ക്ലീൻ അപ്പ് ദ ലീക്കേജ്. ഓക്കെ, ഈ ഒരു സ്പില്ലേജ് അത് തടഞ്ഞു നിർത്താനായിട്ട് എത്രത്തോളം അല്ലെ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എത്രത്തോളം വേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു മെഷർമെന്റ് മനസ്സിലാക്കുക. അതിനുശേഷം അത് ക്ലീൻ അപ്പ് ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം. എത്രയും പെട്ടെന്ന് ഒരു സ്പില്ലേജ് സംഭവിച്ചു കഴിഞ്ഞാൽ റെസ്പോൺസ് ടീം അത് എത്രയും പെട്ടെന്ന് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുക. പ്രധാനമായിട്ടും ഇത് സ്പില്ലേജ് ആണെന്ന് മനസ്സിലാക്കുക. ആ സ്പില്ലേജ് ഏതാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ആ റിസ്ക് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, അവിടെ ആ ഒരു സ്പില്ലേജ് അത് തടഞ്ഞു നിർത്താനായിട്ട് മറ്റെല്ലാ ഭാഗത്തേക്കൊന്നും സ്പ്രെഡ് ചെയ്യാതെ തടഞ്ഞു നിർത്താനായിട്ടുള്ള കാര്യങ്ങൾ അത് എത്രത്തോളം ഉണ്ട് എന്ന് മെഷർമെന്റ് ചെയ്യുക. അത് ക്ലീൻ ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ അല്ലേ? ഓക്കെ ആണോ? വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. സ്പില്ലേജ് വേസ്റ്റ് ആണ് നമ്മൾ മനസ്സിലാക്കി പോവുക. അപ്പോ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ്. സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെ ലീക്കേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്ത് പോവുക. ഹാവ് എ ലീക്കേജ് റെസ്പോൺസ് പ്ലാൻ ഇൻ പ്ലേസ് അല്ലെ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമുക്കറിയാം എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്നത് ഈ ഫസ്റ്റ് ലീക്കേജ് റെസ്പോൺസ് പ്ലാനിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അതായത് മനസ്സിലാക്കി വയ്ക്കാം. ഇവാലുവേറ്റ് ദ റിസ്ക്, കാരിങ് ഔട്ട് ആക്റ്റീവ് മെഷർ, കണ്ടെയ്ൻ ആൻഡ് ക്ലിയർ ദ ലീക്കേജ്. സെക്കൻഡ് പോയിന്റിലേക്ക് പോവാം. പ്രൊവൈഡ് ആക്റ്റീവ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. ഓക്കെ, ചില സംഭവങ്ങളൊക്കെ വളരെ ചെറുതായിരിക്കും അല്ലെ. ഒരു കുറച്ച് ബ്ലഡ് അണുക്കൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്ലഡ് പോയി, അത് നമുക്കറിയാം വലിയ മോപ്പും കാര്യങ്ങൾ കൊണ്ടല്ല അത് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ. അത് കൃത്യമായിട്ട് തന്നെ വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സ് അവിടെ യൂസ് ചെയ്യും അല്ലെ. ഒരു തരത്തിലും സ്പ്രെഡ് ചെയ്ത് പോവാതെ അണുക്കളൊന്നും അല്ലെ അണുക്കളൊക്കെ നശിച്ചു പോകത്തക്ക വിധത്തില് നമുക്കറിയാം ആ ഒരു ഇത് അല്ലെ ആ ഒരു സ്പില്ലേജിനെ നമ്മൾ ക്ലീനപ്പ് ആക്കണം. സോ പ്രൊവൈഡ് ആക്റ്റീവ് ലീക്കേജ് റെസ്പോൺസ് എക്യുപ്മെന്റ്. ഹോസ്പിറ്റൽ ഷുഡ് ഇഷ്യൂ പ്രോപ്പർ എക്യുപ്മെന്റ് ഫോർ സ്പില്ലേജ് റെസ്പോൺസ്. അല്ലെ, എന്ത് സ്പില്ലേജ് ആണ് സംഭവിച്ചിരിക്കുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള എക്യുപ്മെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അബ്സോർബന്റ് പാഡ്സ്, ഗ്ലൗസ്, ഗൗൺസ് ആൻഡ് മാസ്ക്. ഇപ്പൊ അതുപോലെ തന്നെ അത് കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് പ്രിക്കോഷൻസ് നടപടികൾ അല്ലെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം ഗ്ലൗസും ഗൗണുകളും മാസ്കുകളൊക്കെ ധരിച്ചിട്ട് വേണം അത് കൈകാര്യം ചെയ്യാൻ. അബ്സോർബന്റ് പാഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിക്വിഡും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കാൻ പറ്റുന്ന അല്ലെ അതിന് അത്രയും പര്യാപ്തമായിട്ടുള്ള അബ്സോർബന്റ് പാഡുകളെല്ലാം തീർച്ചയായിട്ടും യൂസ് ചെയ്യണം. അതെല്ലാം പ്രൊവൈഡ് ചെയ്യണം. ഹോസ്പിറ്റൽസ് ഷുഡ് ഇഷ്യൂ പ്രോപ്പർ എക്യുപ്മെന്റ് ഫോർ സ്പില്ലേജ് റെസ്പോൺസ് such as the absorbent pads, gloves, gowns and masks. Clear അല്ലേ? Okay അല്ലേ? ഫസ്റ്റ് നമ്മൾ റെസ്പോൺസ് പ്ലാൻ കണ്ടു. സെക്കൻഡ് എന്ന് പറയുമ്പോൾ പ്രൊവൈഡ്സ് അല്ലെ ഈ തരത്തിലുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആക്ട് എക്യുപ്മെന്റ്സ് അതിന് അനുയോജ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യും. തേർഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ട്രെയിൻ സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. എന്താണ് പറയുന്നത്? ട്രെയിൻ സ്റ്റാഫ് ഇൻ ലീക്കേജ് റെസ്പോൺസ്. ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ വേസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ യാതൊരു തരത്തിലും അല്ലെ എല്ലാ സ്വീപർമാർക്ക് അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫുകൾക്കൊന്നും ഇതിന് ട്രെയിനിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവില്ല. ഏതൊക്കെ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കണം, ഏതൊക്കെ സൊല്യൂഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ അണുക്കളെ നശിപ്പിച്ച് കളയാൻ പറ്റുക, എത്രത്തോളം ടൈം ഈ അണുക്കളെ നശിപ്പിച്ച് കളയാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള ട്രെയിനിങ് ഒന്നും എല്ലാവർക്കും കിട്ടിയിരുന്നുണ്ടാവില്ല. അപ്പൊ അനുയോജ്യമായി ഇത്തരത്തിലുള്ള വേസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എംപ്ലോയീസിന് മതിയായ രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്തു അല്ലെ. ഓൾ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഷുഡ് ബി ഗിവൺ ട്രെയിനിങ് ഓൺ ഹൗ ടു റെസ്പോണ്ട് ടു ലീക്കേജ് ആൻഡ് ഹൗ ടു യൂസ് ലീക്കേജ് റെസ്പോണ്ട് എക്യുപ്മെന്റ്. ഓക്കെ, നമുക്കറിയാം ഈ റെസ്പോണ്ട് കാര്യങ്ങൾ ഇപ്പൊ കേസ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലാണ് സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് ടൈമിൽ തന്നെ അല്ലെ ചില നടപടികൾ നഴ്സുമാരും ഡോക്ടേഴ്സ് ഒക്കെ എടുക്കാം അല്ലെ. അത് ടൈമിൽ തന്നെ സ്പ്രെഡ് ചെയ്യാതെ ചിലപ്പോഴെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നോളജ് അവർക്ക് പകർന്നുണ്ട്. ക്ലീനിങ് സ്റ്റാഫുകൾക്കും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും അല്ലെ. അതുകൊണ്ട് തന്നെ പറയാണ് ഓൾ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഷുഡ് ബി ഗിവൺ ട്രെയിനിങ് ഓൺ ഹൗ ടു റെസ്പോണ്ട് ലീക്കേജ് അല്ലെ. ഈ ലീക്കേജ് സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്നുള്ള ട്രെയിനിങ് എല്ലാവർക്കും പകർന്നു കൊടുക്കണം. ആൻഡ് ഹൗ ടു യൂസ് ലീക്കേജ് റെസ്പോണ്ട് എക്യുപ്മെന്റ്. അതേമാതിരി തന്നെ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തിരിക്കുന്ന അല്ലെ സ്റ്റാഫുകൾ അത്
അവര് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അതിന് മതിയായ രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് ആ തരത്തിലുള്ള ലീക്കേജുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്കില്ലുകളെല്ലാം നമ്മൾ എന്താണ് ക്ലിയർ ആക്കി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അപ്പൊ മെയിനായിട്ട് പറയുന്നത് എന്താണ്, ട്രെയിനിങ് കൊടുക്കണം അല്ലെ. എല്ലാവർക്കും വ്യക്തമായ ഒരു നോളജ് എന്താണ് ഇങ്ങനെയുള്ള സ്പില്ലേജ് സംഭവിക്കാം, സ്പില്ലേജ് സംഭവിച്ചാൽ ഫസ്റ്റ് എയ്ഡ് അല്ലെ, ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, അതിന്റെ ഫസ്റ്റ് രീതി എന്തായിരിക്കണം. ഞാൻ ട്രെയിൻഡ് സ്റ്റാഫുകൾക്ക് അത് കൃത്യമായിട്ടുള്ള നോളജും കൊടുക്കണം. ഈ എക്യുപ്മെന്റ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, ഏത് സൊല്യൂഷൻസ് ആണ് അല്ലെങ്കിൽ എത്ര ടൈം ഞാനൊക്കെ നശിച്ചു പോകാനൊക്കെ ഉപയോഗിക്കണം എന്നുള്ള പ്രത്യേക നോളജ് അവർക്ക് പറഞ്ഞു കൊടുക്കും. And fourth point, the use of proper leakage response. Sorry. എന്താണ് യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ്. നമുക്ക് ഇതില് നമ്മൾ പറയുന്നത് മാതിരി തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് ഈ എക്യുപ്മെന്റ്സുകൾ മതിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള നോളജ് വേണം, മതിയായ എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യണമെന്നതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് തരത്തിലുള്ള ലീക്കേജ് ആണ് സംഭവിച്ചിരിക്കുന്നത്, ആ ലീക്കേജ് സ്പ്രെഡ് ചെയ്ത് പോവാതെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് വേണം അല്ലെ. ലീക്കേജ് കണ്ടെയ്ൻമെന്റ് റെഫേഴ്സ് ടു ദ process in which spillage or leakage of a liquid or other dangerous materials is kept within a blockade. Okay, ഏത് മെറ്റീരിയൽസ് ആണ്, ഏത് സ്പില്ലേജ് ആയിക്കോട്ടെ, അത് ലിക്വിഡ് ആയിക്കോട്ടെ മറ്റു ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അത് തടഞ്ഞു നിർത്താം അല്ലെ, മറ്റു ഭാഗത്തേക്കൊക്കെ തടഞ്ഞു നിർത്താതിരിക്കാനായിട്ടുള്ള ഒരു സംവിധാനം. നമുക്കറിയാം ഏതൊക്കെ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടോ ഏതാണ്ട് പാട് ഉപയോഗിച്ചിട്ടായിരിക്കും അത് തടഞ്ഞു നിർത്തുന്നത്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ലീക്കേജ് കണ്ടെയ്ൻമെന്റ് എന്ന് പറയുന്നത്. അതായത് മറ്റു ഭാഗത്തേക്ക് വ്യാപിക്കാതെ അതിനെ ബ്ലോക്കേഡ് ആക്കുന്നു, അതായത് തടഞ്ഞു നിർത്തുന്നത്. ഓക്കെ, അത് നോട്ട് ചെയ്യേണ്ടതാണ് എന്താ ലീക്കേജ് കണ്ടെയ്ൻമെന്റ്. The process in which spillage or leakage of a liquid or other dangerous material is kept within a blockade. That means the spill containment actually stopping and preventing a spill from spreading. അതായത് ബ്ലോക്കേഡ് ചെയ്ത് നിർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലോക്ക് ചെയ്ത് നിർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഭാഗത്തേക്കും അത് സ്പ്രെഡ് ചെയ്ത് പോകുന്നില്ല ആണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. That means the spill containment actually stopping and preventing a spill from spreading. സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്ന് അത് തടഞ്ഞു നിർത്തുന്നു. എന്താണ് അത് ആക്ച്വലി അത് സ്റ്റോപ്പ് ആക്കിയിട്ടാണ് വെച്ചാൽ ആ ഒരു അണുക്കളുടെ അല്ലെങ്കിൽ അതിന്റെ ആ ലിക്വിഡിന്റെ ആ ഒരു എന്താണ് ഒഴുക്ക് അതിനെ തടഞ്ഞു നിർത്തുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽ. അപ്പൊ ഫോർത്ത് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ എഴുതുക എന്താണ് യൂസ് പ്രോപ്പർ ലീക്കേജ് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽ. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. ലാസ്റ്റ് സ്റ്റെപ്പ് കൂടി നമുക്ക് നോക്കാം. ഡിസ്പോസ് ഓഫ് ലീക്കേജ് വേസ്റ്റ് ഇൻ എ പ്രോപ്പർ മാനർ. ഓക്കെ, നമ്മളിങ്ങനെ വേസ്റ്റ് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് ചില പാർട്സുകൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞു, ചില എക്യുപ്മെന്റ് ഉപയോഗിച്ചെന്ന് പറഞ്ഞു, ചിലപ്പോൾ പലതരത്തിലുള്ള സൊല്യൂഷനൊക്കെ മിക്ക പാഡുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഈ വേസ്റ്റുകളൊക്കെ നമുക്കറിയാം അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിഞ്ഞിടാൻ പാടില്ല അല്ലെ, കാരണം അതിലൊക്കെ അണുക്കൾ പറ്റി പിടിച്ചിട്ടുണ്ട്. Leakage waste should be properly disposed of as per local regulations and hospital policies. ഹോസ്പിറ്റലിന്റെ നിയമമനുസരിച്ച് അല്ലെങ്കിൽ നമുക്കറിയാം പ്രാദേശികമായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് പാടുള്ളൂ അല്ലെ. അതെല്ലാം കൂടി കൊണ്ടത് അവിടെയുള്ള ഏതെങ്കിലും ഒരു അല്ലെ സ്ഥലത്തൊക്കെ നിക്ഷേപിക്കാനൊന്നും പാടില്ല അല്ലെ. അത് കൃത്യമായിട്ട് എന്താണോ ലൊക്കാലിറ്റിയുടെ റെഗുലേഷൻസ്, നിയമ നടപടികൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പോളിസി നയങ്ങളൊക്കെ എന്താണ് ആ രീതിയിൽ മാത്രമാണ് നശിപ്പിച്ച് കളയാനായിട്ട് പാടുള്ളത്. ഒക്കെയാണോ സ്റ്റെപ്സ്? ജസ്റ്റ് വായിച്ചു നോക്കുക, ഏതെങ്കിലും സ്റ്റെപ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
വായിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ടുകള്? ാണ് നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. നമ്മൾ ജസ്റ്റ് കണ്ടതാണ് എന്തൊക്കെ തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ഉണ്ട് എന്നുള്ളത് കണ്ടതാണ്. ഓക്കെ, വീണ്ടും കുറച്ചും കൂടി നമുക്ക് വൈഡായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്ന ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ് സ്പില്ലേജ്. ഓക്കെ, നമ്മുടെ ബോഡി തന്നെ നമുക്കായിട്ട് അല്ലെ, നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതിന് അല്ലെ, അതൊക്കെ നല്ല പവർഫുൾ ആയിട്ട് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് ബോഡി തന്നെ ഉത്പാദിപ്പിക്കുന്ന കുറെ ഫ്ലൂയിഡ്സുകളൊക്കെയാണ്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ലീക്കേജ് വേസ്റ്റ് can cause infections, infectious diseases, and proper management is important. ഓക്കെ, ഇത്തരത്തിലുള്ള വേസ്റ്റ് ബോഡി തന്നെ നമുക്ക് ഉത്പാദിപ്പിച്ചു തരുന്ന ഈ ഫ്ലൂയിഡ്സുകളൊക്കെ എന്തെങ്കിലും അണുക്കൾ നിറഞ്ഞതാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതിലെല്ലാം അണുക്കളുടെ അംശങ്ങൾ വരുന്നത്, അണുക്കളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ടാകുന്നത്. പക്ഷെ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലെല്ലാം നമുക്കറിയാം നല്ല രീതിയിൽ തന്നെ അത് മാനേജ്മെന്റ് ചെയ്ത് കൈകാര്യം ചെയ്യേണ്ടതാണ്. A body fluids as any fluid found in produced by or excreted from the human body, which includes blood, urine, feces, then saliva, tears, then breast milk, cerebrospinal fluid, semen, the vaginal fluid, amniotic fluid, urinary fluid, then peritoneal fluid, bile, digestive juice, then vomit and pups. Then ഫസ്റ്റ്, അതായത് നമുക്കറിയാം സാധാരണ രീതിയിൽ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ, നമുക്ക് പുറന്തരമായിട്ടുള്ള ഫ്ലൂയിഡ്സുകളാണ് ഇതെല്ലാം. നമുക്കറിയാം പലതരത്തിലുള്ള ഫ്ലൂയിഡ്സുകൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു പോവാ. അതിന്റെ മീനിങ്സ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് നോക്കാം എന്താണ് ബോഡി പുറന്തരുന്നതായിട്ടുള്ള കുറെ ഫ്ലൂയിഡ്സുകളുടെ പേരുകളിൽ പ്രധാനമായിട്ട് നോക്കുമ്പോൾ ബ്ലഡ് ഉണ്ട്, യൂറിൻ ഉണ്ട്, ദെൻ മൂത്രം അല്ലെ, ഫീസീസ്, സലൈവ, ഉമിനീര്, ദെൻ ടിയേഴ്സ്, കണ്ണുനീര്. ഇവിടെ ഒരു പോയിന്റ്സ് നിങ്ങളുടെ കാണില്ലായിരിക്കും. ടിയേഴ്സ് ഉണ്ടോ? ടിയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രീസ്റ്റ് മിൽക്കുന്നല്ലേ, സോറി ബ്രസ്റ്റ് മിൽക്കുന്നല്ലേ? ടിയേഴ്സ് ഇല്ലല്ലോ, ഉണ്ടാകും. അത് വെട്ടിക്കളഞ്ഞേക്കാം. ടിയേഴ്സ് ആണ് അത് പോന്നേക്കുന്നതാണ്. ഓക്കെ, നമുക്കറിയാം കണ്ണുനീര്, ബ്രസ്റ്റ് മിൽക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം, പാലും, അതേപോലെ തന്നെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, ഇതെല്ലാം നമുക്കറിയാം. എല്ലാ ഫ്ലൂയിഡും മനുഷ്യന് ആവശ്യമാണ് അല്ലെ. പക്ഷെ എന്തെങ്കിലും രോഗാവസ്ഥ വരുമ്പോൾ ഈ ഫ്ലൂയിഡിലെല്ലാം അണുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലെ. അത് പുറന്തള്ളുമ്പോൾ തീർച്ചയായിട്ടും അതിലെ അണുക്കള് ഫ്ലൂയിഡായിരിക്കും അത് പുറന്തള്ളുന്നത്. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് തീർച്ചയായിട്ടും നമുക്കറിയാം സുഷുമ്നയ്ക്കും അതേമാതിരി തന്നെ തലച്ചോറിനൊക്കെ ഇടയിലുള്ള ഒരു ഫ്ലൂയിഡാണ്, വെളുത്ത നിറമുള്ള ഫ്ലൂയിഡാണ്. അതിന്റെ അല്ലെ ആ ഒരു കവചത്തിലെ ഫ്ലൂയിഡാണ്. തീർച്ചയായിട്ടും എന്തെങ്കിലും ആഘാതങ്ങളൊക്കെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസീസസുകൾ വരുമ്പോഴാണ് ആ ഫ്ലൂയിഡില് അണുക്കള് ഉള്ളതായിട്ട് മാറുന്നത്. പിന്നെ സെമൻ, വാഗിനൽ ഫ്ലൂയിഡ്, ഓക്കെ, പുരുഷന്മാരുടെ സെമനോ ശുക്ലം അല്ലെ, വാഗിനൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അല്ലെ സ്ത്രീകളിൽ ഉണ്ടാവുന്ന വാഗിനൽ ഫ്ലൂയിഡ്. ദെൻ അമ്നോട്ടിക് ഫ്ലൂയിഡ്, തീർച്ചയായിട്ടും അതും അല്ലെ ഗർഭാവസ്ഥയിലൊക്കെ ആവുന്ന ടൈമുകളിലൊക്കെ ഉണ്ടാവുന്ന ഫ്ലൂയിഡുകള്. ദെൻ പെലൂരിയൽ ഫ്ലൂയിഡ്, ശ്വാസവുമായി ബന്ധപ്പെട്ട് ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലൂയിഡുകളൊക്കെ നമുക്കറിയാം. തീർച്ചയായിട്ടും ഈ ഫ്ലൂയിഡുകളെല്ലാം തന്നെ ആവശ്യമുള്ളതാണ്. പെരിറ്റോണിയൽ ഫ്ലൂയിഡ്, അതായത് നമ്മുടെ അബ്ഡോമനുമായി ബന്ധപ്പെട്ട് വരുന്ന ഫ്ലൂയിഡുകളാണ്. ദെൻ ബൈല്, പിത്തരസം, ഡൈജസ്റ്റീവ് ജ്യൂസസ്, ദഹനരസം, വൊമിറ്റ്, നമ്മുടെ ഒട്ടാനല്ലേ ഛർദി, അതിന്റെ ഫസ്റ്റ് പഴുപ്പുകൾ. തീർച്ചയായിട്ടും ഇതെല്ലാം ബോഡിയിൽ നിന്ന് വരുന്നതാണ് അല്ലെ. ബോഡി എന്തെങ്കിലും ഇഞ്ചുറിയൊക്കെ സംഭവിക്കുമ്പോൾ പഴുപ്പ് വരുന്നു, നമ്മുടെ വയറിന് അല്ലെ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊന്നും ശരിയാവാതെ വൊമിറ്റ് ചെയ്യുന്നു, എല്ലാ തരത്തിലുള്ള ഫ്ലൂയിഡ്സുകളും അങ്ങനെയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം രോഗാവസ്ഥയിലെ അണുക്കളുള്ള അവസ്ഥയിലേക്ക് വരുന്നത്. ഇതെല്ലാം എന്താണ് പലതരത്തിലെ അസുഖങ്ങൾ വരുമ്പോൾ ട്രീറ്റ് ചെയ്യാനാണ് ഹോസ്പിറ്റലൈസേഷൻ നടത്തുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഫ്ലൂയിഡ്സുകളെല്ലാം ഒന്നില്ലെങ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ലാബിലേക്ക് വേണ്ടിയിട്ട് പോകും, അല്ലെങ്കിൽ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടപ്പാക്കുമ്പോഴൊക്കെ ഈ രീതിയിലൊക്കെ ചെറിയ രീതിയിലുള്ള സ്പില്ലേജുകളൊക്കെ സംഭവിക്കാം അല്ലെ. അത് നമ്മള് കണ്ടെയ്നർ ബോക്സിലേക്ക് എടുക്കുമ്പോഴോ അത് ക്ലീൻ ചെയ്യുമ്പോഴോ ഒക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്പില്ലേജ് സംഭവിക്കാവുന്ന ഫ്ലൂയിഡുകളാണ്. ഫ്ലൂയിഡ് ഒന്നും പഠിക്കാട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സ്പില്ലേജില്
ഉള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കി വെക്കുക. താഴേക്ക് നമുക്ക് അതിന്റെ പോയിന്റ്സ് നോക്കാം. എന്താണ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഫ്ലൂയിഡ്സുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ സ്പില്ലേജുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയുള്ള കാര്യങ്ങളാണെന്നുള്ളത് നോക്കാം. ഒരു ബ്ലഡ് എടുത്തപ്പോൾ അല്ലെങ്കിൽ അണുക്കൾ നിറഞ്ഞ യൂറിൻ സ്പ്രെഡ് ആയി പോയെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് അല്ലെ ഒരു പേഷ്യന്റ് വളരെയധികം ശക്തമായിട്ട് വൊമിറ്റ് ചെയ്തു, അല്ലെങ്കിൽ പഴുപ്പ് നിറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പ്രെഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ടത്? വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതിൽ തന്നെ നമ്മൾ എപ്പോഴും പ്രൊട്ടക്റ്റീവ് അല്ലെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകള് തീർച്ചയായിട്ടും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ധരിക്കണം. പേഴ്സണൽ ഷുഡ് പുട്ട് ഓൺ ദ പ്രോപ്പർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അദ്ദേഹം അല്ലെ ആ ഒരു ക്ലീനിങ് ചെയ്യുന്ന സ്റ്റാഫ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രൊട്ടക്റ്റീവ് അവരുടെ ബോഡിക്ക് പ്രൊട്ടക്ട് ചെയ്യത്തക്ക വിധത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ ധരിക്കേണ്ടതുണ്ട്. സജാസ് ഗ്ലൗസ്, ഗൗൺസ് ആൻഡ് ഫേസ് ഷീൽഡ്സ് ബിഫോർ അപ്രോച്ചിങ് ദ സ്പില്ലേജ് ഓർ പ്രിവെന്റ് കോണ്ടാക്ട് വിത്ത് ദ ലിക്വിഡ്. അത്തരത്തിലുള്ള വേസ്റ്റ് നിറഞ്ഞ ലിക്വിഡിന്റെ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള അല്ലെ നമുക്കറിയാം പേഴ്സണൽ PPE ഒക്കെ ഒന്ന് നോട്ട് ചെയ്യണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, അതായത് ആ വ്യക്തിയെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ എന്ന നിലയിലുള്ള എക്യുപ്മെന്റ് അവിടെ ഡ്രസ് കാര്യങ്ങളാണ്. സജാസ് എന്തൊക്കെ കാര്യങ്ങളാണ്? ഗ്ലൗസ്, നമ്മൾ കയ്യുറകൾ ധരിക്കുന്നു, ഗൗണുകൾ ഇടുന്നു, അതിനനുസരിച്ചിട്ടുള്ള ഗൗണുകളൊക്കെ ധരിക്കുന്നു. ഫേസ് ഷീൽഡ്, ഫേസ് ഷീൽഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഷീൽഡോട് ഗ്ലാസോട് കൂടിയൊക്കെ ഷീൽഡുകൾ വെക്കുന്നു. ദെൻ അത്തരത്തിലുള്ള കാര്യത്തോട് കൂടിയിട്ട് ചെല്ലുമ്പോഴേ തീർച്ചയായിട്ടും നമുക്കറിയാം ആ സ്പില്ലേജ് വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ ബോഡിയിലേക്ക് അണുക്കളൊന്നും എന്താണ് പറ്റിപ്പിടിക്കുന്നില്ല അല്ലെ. ഇതെല്ലാം നമുക്കറിയാം വേസ്റ്റ് കൈകാര്യം ചെയ്ത് നമ്മൾ നിർമ്മാണം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ ഗ്ലൗസും അല്ലെ ഇതെല്ലാം തന്നെ നമ്മൾ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അണുക്കളൊന്നും ശരീരത്തിലൊന്നും പറ്റിപ്പിടിക്കാത്ത രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഫസ്റ്റ് ഇത്തരത്തിലുള്ള ബോഡി ഫ്ലൂയിഡ്സിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഈ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ എന്തൊക്കെയാണ് പെടുന്നതെന്ന് ചോദിച്ചാൽ ഓർത്ത് വയ്ക്കുക. ഗ്ലൗസ്, ഗൗൺസ്, ഫേസ് ഷീൽഡ് ഒക്കെ ആ ഒരു പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ പെടുന്നതാണ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിന്റെ അബ്രിവേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, PPE. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് സ്പില്ലേജില് ഫസ്റ്റ് കാര്യമാണ് നമ്മൾ കണ്ടത് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കണ്ടെയ്ൻ ദ സ്പിൽ. എന്താണ് കണ്ടെയ്ൻ ദ സ്പിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്പില്ലേജ് സംഭവിച്ചു, നമ്മൾ ആദ്യം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു കാര്യം എന്താണ്? അത് സ്പ്രെഡ് ആയിട്ട് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെ. നമ്മൾ കണ്ടതാണ് കണ്ടെയ്ൻ ദ സ്പിൽ അല്ലെ. യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ് such as paper towels or absorbent pads contain the spill and stop it from spreading. ഓക്കെ, നമ്മൾ അത് സ്പ്രെഡ് ചെയ്ത് പോവാതിരിക്കത്തക്ക വിധത്തില് ടവലുകളോ ടിഷ്യൂ അല്ലെ പേപ്പർ പാഡ്സുകളൊക്കെ എന്തെങ്കിലും അവിടെ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ ഉപയോഗിക്കേണ്ടതുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് സ്റ്റോപ്പ് ആയുവാനായിട്ട് അല്ലെ. ഇപ്പൊ ബ്ലഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻ കേസ് യൂറിനൊക്കെ ആണെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തേക്കും ഒഴുകി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. To dispose of the materials, put them in a bag or container marked biohazard. Okay, അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ അല്ലെ പ്രിക്കോഷൻസ് തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ചിരിക്കുന്ന പേഴ്സൺ അത് ക്ലീൻ ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്തിരിക്കുന്ന ഈ വസ്തുക്കൾ മെറ്റീരിയൽസ് ഒക്കെ എവിടെയാണ് നിക്ഷേപിക്കേണ്ടത്? അവരുടെ ഒന്നും വലിച്ചെറിയാൻ പാടില്ല. കൃത്യമായിട്ടുള്ള കണ്ടെയ്നറിൽ നിക്ഷേപിക്കുക. എന്ന് മാർക്ക് ചെയ്ത കണ്ടെയ്നറുള്ള ബയോഹസാർഡ് വേസ്റ്റ് അല്ലെ ചെയ്തിട്ടുള്ള ആ ഒരു ലേബലിലുള്ള കണ്ടെയ്നർ ബോക്സിൽ നിക്ഷേപിക്കേണ്ടതാണ്. And if there are any glass piece present, more precautions should be taken. ഇപ്പൊ അതിൽ എന്തെങ്കിലും ഗ്ലാസ് പീസുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി മുൻകരുതൽ. പൊട്ടിപ്പോയിട്ടുണ്ട്, നമ്മളിപ്പോ കളക്ട് ചെയ്തിരിക്കുന്നതിന് എന്തെങ്കിലും ഗ്ലാസ് പീസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടി ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഓക്കെ അല്ലേ? കണ്ടെയ്ൻ ദ സ്പിൽ ചെയ്യണോ? ഓക്കെ, കാരണം ഇതെല്ലാം ഒരു പ്രത്യേകതയുള്ളത് നമ്മൾ അടുത്ത പോയിന്റ് നോക്കുമ്പോഴും ഇതൊക്കെ തന്നെ വരും അല്ലെ. കുറച്ചും കൂടി കണ്ടെയ്ൻ ദ സ്പിൽ ഇപ്പൊ എല്ലാത്തിലും വരുന്നത് ഏത് സ്പില്ലേജ് ആണെങ്കിലും അത് സ്പ്രെഡ് ചെയ്ത് പോവാതെ തക്ക വിധത്തിലുള്ള മെറ്റീരിയൽസ് അവിടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത് ആ വേസ്റ്റ് സ്പില്ലേജ് വേസ്റ്റ് എവിടെയും സ്പ്രെഡ് ചെയ്ത് പോവാത്ത കണ്ടെയ്ൻ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ മെറ്റീരിയൽസ് യൂസ് ചെയ്തതിനു ശേഷം ആ വേസ്റ്റുകളെല്ലാം
എന്താണ് പ്രത്യേകം ലേബൽ ചെയ്തിട്ടുള്ളത് ആ പ്രത്യേകം ലേബൽ ചെയ്തിട്ടുള്ള കണ്ടെയ്നർ ബോക്സിൽ തന്നെ നിക്ഷേപിക്കേണ്ടത്. നമുക്ക് ഇനി ആ ഭാഗം ക്ലീൻ ചെയ്യണം അല്ലെ. നമുക്ക് അണുക്കൾ എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നമ്മളെ അണുക്കളൊക്കെ നശിച്ചു പോകത്തക്ക വിധത്തിൽ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പൊ ഡിസിൻഫെക്ടന്റ് ദ ഏരിയ. എന്താണ് ഡിസിൻഫെക്ട് ഏരിയ എന്ന് പറയുന്നത്? ആണ് നിർമ്മാർജ്ജനം ചെയ്യുക അല്ലെ. അവിടെ an adequate elevation of both gram positive and gram negative bacteria using 1% hydrochloride solution in case of blood and body fluid samples. Okay. നമുക്കറിയാം രണ്ട് തരത്തിലുള്ള എന്താണ് ബാക്ടീരിയാസ് അല്ലെ. പോസിറ്റീവ് ആയിട്ട് അറിയാം അതിന്റെ സ്ട്രക്ചർ കുറച്ച് കട്ടുകൂടിയ ബാക്ടീരിയ ആണെങ്കിലും കട്ടി കുറഞ്ഞ പുറന്തോടുള്ള ബാക്ടീരിയ ആണെങ്കിലും അതെല്ലാം നശിച്ചു പോകത്തക്ക വിധത്തിലുള്ള സൊല്യൂഷൻ, അതായത് 1% ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അണുക്കളെ നശിപ്പിച്ച് കളയുന്നത്. ആ ഒരു സൊല്യൂഷന്റെ പേരും പെർസെന്റേജും ഒന്ന് നോട്ട് ചെയ്യാതെ. Then in the case of blood and body fluid samples, body fluid samples ആണെങ്കിൽ അതിൽ അണുക്കൾ നശിപ്പിച്ച് കളയാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷന്റെ പേര് എന്താണ്? എന്ത് സൊല്യൂഷൻ അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്? അണുക്കൾ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ആ സൊല്യൂഷൻ ഒന്നും നോട്ട് ചെയ്തേരെ. ഏത് സൊല്യൂഷൻ ആണ്? ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ. ക്ലിയർ ആയോ? അതിന്റെ ആ ഒരു ക്വാണ്ടിറ്റി അതുകൂടി നോട്ട് ചെയ്തേരെ. 1% ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് അവിടെ അത്തരത്തിലുള്ള ബാക്ടീരിയയെ നശിപ്പിച്ച് കളയുന്നത്. ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് വേസ്റ്റുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അണുക്കളെ നശിപ്പിച്ച് കളയാനായിട്ട് ഉപയോഗിക്കുന്ന സൊല്യൂഷന്റെ പേരാണ് ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ. അത് എത്രത്തോളം അളവിലാണ്? 1% ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഇവിടെ ചൂടുണ്ട്, നിങ്ങൾക്കും അവിടെ ചൂട് കാണും. പക്ഷെ നമുക്ക് ക്ലാസ്സിൽ ഒന്നിച്ച് പോവാട്ടോ. ചൂടില്ലേ? എല്ലാവർക്കും ചൂടില്ലേ? അല്ലേ? ഞാൻ ഓരോ ക്ലാസ്സിൽ ഈ ക്ലാസ്സിനോട് ഇത്തിരി ചൂട് കൂടുതലാണ്. അപ്പോ എന്നാലും നമ്മൾ ഒന്നിച്ച് പോവാം. ഞാൻ മാത്രമായിട്ട് പറയരുത്, ഒന്നിച്ച് പോകാനായിട്ട് ശ്രമിക്കാം. എന്താണ്, ഏത് സൊല്യൂഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നത്? ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ആണ്. എത്ര പെർസെന്റേജ് ആണ്? 1% അളവിലുള്ള ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിലെ അണുക്കളെ നമ്മൾ നശിപ്പിച്ച് കളയുന്നത്. യൂസ് എന്താ പറയുന്നത്? യൂസ് എ ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻ ടു ക്ലീൻസ് the affected area completely using after solution example chlorine releasing agents. Okay, നമുക്കറിയാം ഈ സൊല്യൂഷൻ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും സൊല്യൂഷൻസ് അല്ലേ നമ്മൾ ക്ലീനപ്പ് ആക്കണം. യാതൊരു തരത്തിലുള്ള അണുക്കൾ നമ്മളെ പറ്റി പിടിക്കാൻ പാടില്ല. സോ നമ്മൾ അതിനനുയോജ്യമായിട്ടുള്ള സൊല്യൂഷൻസുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ക്ലോറൈൻ റിലീസിംഗ് ഏജൻസുകളൊക്കെ ഉപയോഗിക്കാം. എബൈഡ് by the manufacturers directives for the proper concentration and contact time of the disinfectant. ഓക്കെ, നമുക്കറിയാം മാനുഫാക്ചേഴ്സ് ഇന്ന കാര്യങ്ങളൊക്കെ ഈ സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിക്കാന്ന് പറയുമ്പോൾ അവരുടെ ആ പാക്കിന്റെ പുറത്ത് തന്നെ അതിന്റെ ഡയറക്ഷൻ കൊടുക്കും അല്ലെ. ഇത്രയും ടൈമില് ഇത്രയും അളവിലൊക്കെയാണ് നമ്മൾ അത് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കറിയാം അണുക്കൾ നശിച്ചു പോകാനായിട്ട് ആ നിർമ്മാതാക്കൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ രീതി അനുസരിച്ചിട്ട് തന്നെ സൊല്യൂഷൻസ് അവിടെ ഉപയോഗിച്ച് അണുക്കളെ നശിപ്പിച്ച് കളയാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. Then the area should be made clean using water and general purpose detergent allowed to air. Okay, നമ്മൾ ആദ്യം തന്നെ കണ്ടു ഈ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുകൾ അണുക്കൾ നിറഞ്ഞ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സുകൾ സ്പ്രെഡ് ചെയ്തപ്പോൾ സ്പില്ലേജ് സംഭവിച്ചപ്പോൾ അത് നശിപ്പിച്ച് കളയാനായിട്ട് കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചു. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിച്ച് സ്റ്റാഫുകൾ അവിടെ മെറ്റീരിയൽസ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് പ്രത്യേകമായിട്ടുള്ള ബയോഹസാർഡ് ബിന്നിൽ നിക്ഷേപിച്ചു. അതിനുശേഷം നമ്മൾ കണ്ടു ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ 1% അതിൽ അവിടെ അണുക്കളെ നശിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചു. ഒപ്പം തന്നെ മാനുഫാക്ചേഴ്സ് പറയുന്ന രീതിയിലുള്ള സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിച്ച് അണുക്കളെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അതിനുശേഷം ക്ലീൻ വാട്ടർ ഉപയോഗിച്ചിട്ട് അല്ലെ, അവിടെ ക്ലീൻ ആയിട്ടുള്ള വാട്ടർ ഡിറ്റർജന്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് സോപ്പ് ഇതുകളൊക്കെ അല്ലെ ഒന്നും കൂടി അണുക്കളൊക്കെ നശിച്ചു പോകുന്നു എന്ന് ഉറപ്പുവരുത്താനായിട്ട് ക്ലീൻ വാട്ടർ ഒക്കെ ഉപയോഗിച്ചിട്ട് വീണ്ടും അത് അല്ലെ കളഞ്ഞ് അതൊക്കെ ഡ്രൈ ആക്കി, അതായത് ഉണക്കി നമ്മൾ നിലനിർത്തുന്നു. Then get rid of waste
all materials that come into touch with the blood and body fluid should be discarded as a dangerous waste in a level biohazard bags or containers. Okay, നമുക്കറിയാം ഇതിൽ പറയാണ് നമ്മളിപ്പോ ആ പ്ലേസ് നമ്മളെ ക്ലിയർ ചെയ്യും. ഇൻ കേസ് ഈ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ചിലപ്പോ ആണെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളും ഏതെങ്കിലും തുരുമേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സ്പ്രെഡ് ചെയ്തത് അല്ലെ വീണഴിക്കുന്നതെങ്കിലൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം അത്തരത്തിലുള്ള വസ്തുക്കളെല്ലാം തന്നെ ഡേഞ്ചറസ് വേസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ നശിപ്പിച്ച് കളയേണ്ടതുണ്ട്. അപ്പൊ ബയോഹാസാർഡ്സ് ബാഗ്സ് കണ്ടെയ്നേഴ്സിൽ അതെല്ലാം നമ്മൾ നിക്ഷേപിക്കണം എന്നതാണ് പറയുന്നത്. ഹാൻഡ് ഹൈജീൻ ഷുഡ് ബി നമുക്കറിയാം നമ്മൾ വ്യക്തിപരമായിട്ട് ശുചീകരണ കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെ, നന്നായിട്ട് വാഷൊക്കെ ചെയ്ത് ഈ ഒരു സ്റ്റാഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഒക്കെ ധരിച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം സമയം അല്ലെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വ്യക്തി ശുചിത്വം പാലിക്കുക എന്നതാണ്. Soft furnishing may be damaged by a disinfectant product such as the sodium hypochlorite. Okay, ചെറിയ ചെറിയ സോഫ്റ്റ് ഫർണിഷിംഗ് പറഞ്ഞ അത്ര വേസ്റ്റ് ബിന്നിലേക്ക് അങ്ങനെ എളുപ്പം തള്ളാൻ പറ്റാത്ത വലിയ വലിയ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ല എന്തെങ്കിലും സോഫ്റ്റ് ഫർണിഷിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അണുക്കളൊക്കെ നശിപ്പിച്ച് കളയാൻ സോഡിയം ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പ്രോഡക്റ്റ് ഒക്കെ ഉപയോഗിക്കാം. ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് പൊള്യൂട്ടഡ് സോഫ്റ്റ് furnishing and the carpets are able to endure chemical disinfections should be made clean using hot water and a detergent or steam clean. Okay, ചിലതൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി സൊല്യൂഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതോടുകൂടി അത് ബിസിനസ് ആയി മാറും. സോ അങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ചൂട് കൊടുത്ത് അല്ലെ വാട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് കഴിക്കുക അല്ലെ അണുക്കളെ എങ്ങനെ നശിപ്പിച്ച് കളയാൻ പറ്റും ആ രീതിയിൽ ഉള്ള സൊല്യൂഷൻസ് കണ്ടെത്തി അത് എന്താണ് അണുക്കളെ നശിപ്പിച്ച് കളയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ ബോഡി ഫ്ലൂയിഡ്സുകൾ എന്താന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കാം. ആ ഫ്ലൂയിഡ്സുകൾ ഏതെങ്കിലും രീതിയിൽ സ്പ്രെഡായി പോയി കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ആ ഭാഗം ക്ലീൻ അപ്പ് ചെയ്യേണ്ടതെന്ന കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. അയച്ചു കഴിഞ്ഞോ? ചെയ്യാട്ടോ. എന്തായാലും ലാസ്റ്റ് അവറൊക്കെ ആകുമ്പോഴേക്കും കൺഫ്യൂഷൻ ആവും അല്ലേ? എനിവേ ഈ ചാപ്റ്റർ ആണെങ്കിലും ഒരു ഇച്ചിരി ബോറിംഗ് ചാപ്റ്റർ ആണ്. എനിവേ നമുക്ക് പഠിച്ചു പോവാം. ഈ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്സ് ഒക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം. സോഫ്റ്റ് ഫർണിഷിംഗിന്റെ കാര്യം നമ്മൾ പറഞ്ഞു നിർത്തി. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മെർക്കുറീസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ബോഡി ഫ്ലൂയിഡ്സ് വില്ലേജ് വേസ്റ്റ് നമ്മൾ പറഞ്ഞു. ഇനി മെർക്കുറീസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് അതിലെന്താ പറയുന്നത്? മെർക്കുറി ലീക്കേജ് ക്യാൻ ബി ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ദ എൻവയൺമെന്റ് ആൻഡ് ആക്ച്വൽ മാനേജ്മെന്റ് ഇസ് റിട്ടൺ.
ഓക്കെ, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് ആണെങ്കിലും നമുക്കറിയാം ഇതൊരു അപകടം പിടിച്ച കാര്യമാണ് അല്ലെ. മെർക്കുറി എന്ന് പറയുമ്പോൾ രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ പ്രകൃതിയെ കൂടി അത് രാസപ്രവർത്തനങ്ങളൊക്കെ നിർത്താനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. സോ കുറച്ചും കൂടി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന്റെ സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. നോക്കാം, മെർക്കുറി ലീക്കേജ് ക്യാൻ ബി ഡേഞ്ചറസ് ടു ഹ്യൂമൻ ഹെൽത്ത്. എന്തിനെയൊക്കെ അത് ബാധിക്കുന്നുണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കാം. ഹ്യൂമൻ ഹെൽത്തിനെയും ബാധിക്കുന്നുണ്ട്, ഒപ്പം തന്നെ എൻവയൺമെന്റ് അല്ലെ, അവിടെ പ്രകൃതിയെ കൂടി ഈ ഒരു സ്പില്ലേജ് വേസ്റ്റ് ബാധിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ എന്താന്നുള്ള ഒരു എക്സാമ്പിൾ തന്നില്ല. ഒരു തെർമോമീറ്റർ നമ്മൾ യൂസ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് പൊട്ടി അല്ലെ. അപ്പൊ ആ തെർമോമീറ്റർ സ്പ്രെഡ് ആയി പോയി. നമുക്കറിയാം അത് രാസപ്രവർത്തനം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഇൻ കേസ് വെള്ളത്തിലുള്ള ഏജൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ രാസപ്രവർത്തനമൊക്കെ നടക്കാം, അല്ലെങ്കിൽ അത് അന്തരീക്ഷത്തിലേക്ക് പെട്ടെന്ന് എന്താണ് ലയിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അവിടെ ശ്വാസം അല്ലെ എന്തെങ്കിലും ശ്വാസം തടസ്സം റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ അനുഭവപ്പെടാം. ഇൻ കേസ് ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ അല്ലേ? ശരിയല്ലേ? ശരിയാണോ? ഫാനിന്റെ പൊളിയെ നിങ്ങൾക്ക് വോയിസ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? ഞാൻ ഇച്ചിരി കൂട്ടിയിട്ടേക്കാണ്. ഓക്കെ ആണോ? എവിക്ട് ദ ഏരിയ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എവിക്ട് ദ ഏരിയ ആണ്. എവിക്ട് ദ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് അല്ലെ മാറി പോകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഇഫ് ദ സ്പിൽ ഈസ് ഇമ്പോർട്ടന്റ്, എവിക്ട് ദ ഏരിയ ആൻഡ് ഓൾ എമർജൻസി സർവീസ്. ഓക്കെ, എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് വിട്ടുപോകുക. ദെൻ പെട്ടെന്ന് തന്നെ എമർജൻസി സർവീസുമായി ബന്ധപ്പെടുക അല്ലെ. നമുക്ക് എത്രയും പെട്ടെന്ന് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുക. അതായത് ഇത് സ്പില്ലേജ് ഇച്ചിരി ഡേഞ്ചറസ് ആയത് കൊണ്ട് തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ടേക്ക് എവേ ജ്വല്ലറി. ഓക്കെ, നമ്മൾ പറഞ്ഞ മെർക്കുറി സ്പില്ലേജ് ആണ്. അപ്പോൾ അവിടെ രാസപ്രവർത്തനം നടക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. സോ അവിടെ എന്താണ് ജ്വല്ലറി ഐറ്റംസിലൊക്കെ കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. ടേക്ക് എവേ ഓൾ ജ്വല്ലറി ഫ്രം ഹാൻഡ്സ് ആൻഡ് റിസ്റ്റ് സോ ദാറ്റ് മെർക്കുറി കാനോട്ട് കമ്പൈൻ വിത്ത് ദ വാല്യുബിൾ മെറ്റൽസ്. ഓക്കെ, നമുക്കറിയാം ജ്വല്ലറി ഐറ്റംസ് നമുക്കറിയാം വാച്ചും അല്ലെ എന്തെങ്കിലുമൊക്കെ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്നൊക്കെ എടുത്ത് മാറ്റുക. കാരണം എന്താണ് അത് ഒരിക്കലും എന്താണ് ഈ വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇത് മെർക്കുറി സ്പില്ലേജ്. സോ അതുകൊണ്ട് തന്നെ കെയർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. Then wear protective equipment. Personnel should use suitable and personal protective equipment such as gloves, goggles, and respirators before going to the spill to avoid connection with the mercury and prevent the inhalation of mercury vapors. ഓക്കെ, തീർച്ചയായിട്ടും ഇവിടെയും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ധരിക്കണം എന്ന് പറയുന്നു. സച്ച് ആസ് ഗ്ലൗസ് കയ്യുറകൾ ധരിക്കണം, ഗോഗിൾസ് അതായത് അത് കണ്ണിലേക്ക് അതിന്റെ പ്രസംഗം ഏൽക്കാതിരിക്കത്തക്ക വിധത്തിലുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കണ്ണിന്റെ ഗോഗിൾസ് ആൻഡ് റെസ്പിറേറ്റേഴ്സ് അല്ലെ. നമുക്കറിയാം മാസ്ക് നമ്മുടെ ശ്വാസത്തിലൂടെ അത് ലയിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള റെസ്പിറേറ്ററി മാസ്കുകൾ കാര്യങ്ങളൊക്കെ ധരിക്കുക. ബിഫോർ ഗോയിങ് ടു ദ സ്പിൽ ആൻഡ് അവോയ്ഡ് കണക്ഷൻ വിത്ത് ദ മെർക്കുറി ആൻഡ് പ്രിവെന്റ് ഇൻഹാലേഷൻ ഓഫ് മെർക്കുറി വെപ്പേഴ്സ്. അതായത് ശ്വാസതടസ്സവും ശ്വാസമുട്ടല് അല്ലെ തുമ്മല് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെന്റ് ഇൻഹാലേഷൻ ഓഫ് മെർക്കുറി വെപ്പേഴ്സ്. ആ മെർക്കുറി വെപ്പേഴ്സുകളെല്ലാം അത് അന്തരീക്ഷത്തിലൊക്കെ ഉണങ്ങി അല്ലെ അതിന്റെയൊക്കെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കണങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ പറ്റിപ്പിടിക്കാനൊക്കെ ആയിട്ടുള്ള വരാനായിട്ട് സ്പ്രെഡ് ചെയ്ത് പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എത്രയും പെട്ടെന്ന് മെർക്കുറി സ്പില്ലേജ് ആണ് സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് എവിക്ട് ചെയ്ത ഏരിയ ആ ഏരിയയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറിപ്പോകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക. ദെൻ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് റിമൂവ് ചെയ്യുക. എന്താണ് പ്രോപ്പർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആയിട്ടുള്ള അതിൽ ഏതൊക്കെ പ്രോപ്പർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ആണ് ഗ്ലൗസ്, ഗോഗിൾസ്, റെസ്പിറേറ്റേഴ്സ് ഒക്കെ അതൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ആ സ്പില്ലേജ് ഹാൻഡിൽ ചെയ്യാൻ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കണ്ടെയ്ൻ ദ സ്പില്ല്. ഓക്കെ, കണ്ടെയ്ൻ ദ സ്പില്ല് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചതാണ്. ഇതിനു വേണ്ടിയിട്ട് പ്രിവെന്റ് ഇറ്റ് ഫ്രം
contain the spill എന്തിനാ യൂസ് ചെയ്യുന്നത്? പ്രിവെന്റേറ്റീവ് ഫ്രം മെർക്കുറി കണ്ടന്റ് സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള മുൻകരുതലുകളാണ് എന്തെന്ന് പറയുന്നത്? കണ്ടെയ്ൻ ദ സ്പിൽ അല്ലെ? ആ ഒരു സ്പില്ലേജ് തടഞ്ഞു നിർത്തുക, ബ്ലോക്ക് ചെയ്യുക അല്ലെ? അത് എത്രയും പെട്ടെന്ന് ഇനി മറ്റു ഭാഗത്തേക്ക് പറന്ന് പിടിക്കാതിരിക്കത്തക്ക വിധത്തിലുള്ള കണ്ടെയ്ൻമെന്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ടു കണ്ടെയ്ൻ ദ സ്പിൽ ആൻഡ് പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിംഗ് നിന്ന് ഒഴിവാക്കുക എന്നതാണ്. Then put the materials in a labeled hazards waste bag or a container for discarding. ഓക്കെ, നമുക്കറിയാം ഈ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബാഗിൽ നിക്ഷേപിക്കണം? ലേബൽഡ് ഹസാർഡ് വേസ്റ്റ്. നമ്മൾ നേരത്തെ എന്താണ് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഏത് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കണം എന്ന് പറയുന്നത്? ബയോ ഹസാർഡ് വേസ്റ്റ് മെറ്റീരിയൽസ് പുട്ടിന് എന്ത് വേസ്റ്റ് ബിന്നിലാണ്? ഏത് വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കണം എന്ന് പറയുന്നത്? എന്തെങ്കിലും ലേബൽ ചെയ്ത് വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കണമെന്ന് പറഞ്ഞിരുന്നോ? നോക്കി, ലേബൽഡ് ബയോ ഹസാർഡ് വേസ്റ്റ് ബിൻ അല്ലെ? ബയോ ഹസാർഡ് ബാഗിലാണ് നിക്ഷേപിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ആണോ? ബയോ ഹസാർഡ് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കേണ്ടത്. അതേസമയം മെർക്കുറി വേസ്റ്റ്, മെർക്കുറിയെ കൈകാര്യം ചെയ്തിരിക്കുന്ന വേസ്റ്റുകൾ കൈകാര്യം ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ എവിടെയാ നിക്ഷേപിക്കേണ്ടത്? എവിടെയാ നിക്ഷേപിക്കേണ്ടത്? ലേബൽ ഹസാർഡ്. ഓക്കെ, എന്താണ്? ഡേഞ്ചറസ് ആണെന്നുള്ള ലേബൽ ചെയ്തിരിക്കുന്ന അപകടകരമായിട്ടുള്ള വേസ്റ്റ് ലേബൽ ചെയ്തിരിക്കുന്ന ഹസാർഡ് ബിന്നിലാണ് അത് നിക്ഷേപിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയി? ഓക്കെ, അത് ആ ഒരു പോയിന്റ്സുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ബയോ ഹസാർഡ് വേസ്റ്റ് ബിൻ എന്ന് പറയുന്നത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിന്റെ ആ വേസ്റ്റുകൾ കൈകാര്യം ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് നിക്ഷേപിക്കേണ്ടത് ബയോ ഹസാർഡ് വേസ്റ്റ് ബിന്നിലാണ്. അതേസമയം മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് അത് നിക്ഷേപിക്കേണ്ടത് പുട്ടിന് ബയോ ഹസാർഡ് വേസ്റ്റ് ബിന്നിലല്ല, ഹസാർഡ് വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കേണ്ടത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മള് കണ്ടു എന്താണ് യൂസ് മെർക്കുറി സ്പില്ലൊക്കെ എന്താണ് ഇത് അവിടെ പറഞ്ഞു. ഗൂഗിൾസ് ഒക്കെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. മെർക്കുറി വേപ്പേഴ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. Then contain the spill, use a mercury spill kit or absorbent materials like absorbent pads to contain the spill and prevent it from spreading. Put the materials in a label hazards, waste bag or a container for a discarding. ഓക്കെ, അവിടെ അബ്സോർബന്റ് മെറ്റീരിയൽസ് ഒക്കെ നമ്മളൊക്കെ കിട്ടുമ്പോഴേ തീർച്ചയായിട്ടും അവരുടെ സ്പിൽ കിറ്റ് ഉണ്ടോ അല്ലെ? ഏത് രീതിയിലാണ് നമ്മൾ ഈ തരത്തിലുള്ള വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇതിന്റെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻസ് ഉപയോഗിക്കുക. അതിനുശേഷം അല്ലെ നമ്മളിപ്പോ ഒരു മാനുഫാക്ചേഴ്സ് അതിന്റെ നിർമ്മാതാക്കളൊക്കെ ഏത് സംഭവങ്ങളും ഉത്പാദിപ്പിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അതിന്റെ അല്ലെ നമുക്കറിയാം അതിന്റെ ഡയറക്ഷനൊക്കെ അതിനോടൊപ്പം തന്നെ തന്നിട്ടുണ്ടാവും. അപ്പൊ ആ ഡയറക്ഷനിൽ പറയുന്നുണ്ടാവും ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. ചിലപ്പോ ചില അഡീഷണൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് കൂടി അതിനോടൊപ്പം തന്നെ പാക്ക് ചെയ്യും. അപ്പൊ ആ സ്പിൽ കിറ്റിൽ എന്താ പ്രത്യേകത? നമ്മൾ ആദ്യം അത് യൂസ് ചെയ്യേണ്ട ടൗൾസും അതേമാതിരി തന്നെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ, അതിനുശേഷം ഇതെല്ലാം ഇന്ന സൊല്യൂഷൻസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം എന്നൊക്കെയുള്ള മാനുഫാക്ചറർ നിർദ്ദേശിക്കുന്ന കിറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ഈ തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റുകളൊക്കെ ഹാൻഡിൽ ചെയ്യുക. അതേപോലെ തന്നെ സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. Then put the materials in a labeled hazardous waste bag or a container for discarding. അപ്പൊ ഈ ഒരു പോയിന്റ്സും ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഏത് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിലാണ് നിക്ഷേപിക്കേണ്ടത്? ഹസാർഡ്സ് വേസ്റ്റ് എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിലാണ് ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് നിക്ഷേപിക്കേണ്ടത്. If it is a small spillage, strip with a needle, less syringe without a needle and dispatch for recycling.
ഓക്കെ, ചെറിയൊരു സ്പില്ലേജ് ആണ് സംഭവിക്കണമെങ്കിൽ നമുക്കറിയാം അത് വലിച്ചെടുക്കാൻ പറ്റുന്ന സിറിഞ്ച് ഉപയോഗിച്ചിട്ട് വലിച്ചെടുത്ത് ആ ഭാഗത്ത് മെർക്കുറിയെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ്. പിന്നെ വീണ്ടും നമുക്ക് അത് റീസൈക്ലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൈകാര്യം ചെയ്യാൻ എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ നോക്കുക, ഇതിൽ പ്രധാനമായിട്ടും വലിയൊരു സ്പില്ലേജ് ആണ് സംഭവിക്കുന്നത്. മെർക്കുറിയുടെ വലിയൊരു സ്പില്ലേജ് ആണെങ്കിൽ സ്പിൽ കിറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ആ ഭാഗം ക്ലീൻ ചെയ്യുക. ദെൻ അതല്ല ചെറിയൊരു സ്പില്ലേജ് ആണ് സംഭവിക്കണമെങ്കിൽ സിറിഞ്ച് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക എന്നതാണ്. Then clean up the spill. എന്താണ് clean up the spill പറയുന്നത്? Use a mercury spill kit or adhere to the manufacturer's directives for the exact use of absorbent materials to clean up the spill. നമുക്കറിയാം അവിടെയുള്ള മെർക്കുറിയെ ആഗിരണം ചെയ്യാൻ വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്താണ് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് നിർമ്മാതാക്കൾ പറയുന്ന തരത്തിലുള്ള സ്പിൽ കിറ്റ് ഉപയോഗിച്ചിട്ട് അവിടെയുള്ള ആ ഒരു വേസ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക. Then be cautious not to spread the mercury during ക്ലീനപ്പ് ചെയ്യുമ്പോൾ യാതൊരു തരത്തിലും എന്താണ് സ്പ്രെഡ് ചെയ്ത് പോകാൻ പാടില്ല എന്നുള്ളൊരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് വേണം ക്ലീനപ്പ് ചെയ്യാനായിട്ട്. Some hospitals follow all the mercury spill surface decontaminated with 10% sodium thiosulfate solutions. ചില ഹോസ്പിറ്റലുകളിലൊക്കെ ഇങ്ങനെ മെർക്കുറി സ്പില്ലേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സർഫേസ് ഒക്കെ അണുവിമുക്തമാക്കാനായിട്ട് എന്താ ചെയ്യുന്നത്? 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സൊല്യൂഷന്റെ അതേപോലെ തന്നെ ആ പെർസെന്റേജിന്റെ ഇതും നോട്ട് ചെയ്ത് പോവുക. 10% സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്തിട്ടാണ് മെർക്കുറി സ്പില്ലേജ് പ്ലേസ് ക്ലീൻ അപ്പ് ചെയ്യുന്നത്. ഓക്കെ, then leave a window open to right after the cleanup, after making sure that all the mercury has been removed. Continue normal working and use the cleaned area for customary operations. ഓക്കെ, നമുക്കറിയാം അതിനുശേഷം നമുക്ക് ആ ഭാഗങ്ങളെല്ലാം ക്ലീൻ അപ്പ് ചെയ്യുക, എയറൊക്കെ സർക്കുലേഷൻ ഒക്കെ കൊടുത്ത് അവിടെ നല്ല രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഏരിയ ആക്കി മാറ്റിയിരിക്കും അല്ലെ. കണ്ടിന്യൂ നോർമൽ വാക്കറിംഗ് ആൻഡ് യൂസ് ദ ക്ലീൻഡ് ഏരിയ അല്ലെ. സാധാരണ രീതിയിലൊക്കെ ഒരു വെള്ളങ്ങളൊക്കെ തുടച്ച് ക്ലീൻ അപ്പ് ആക്കി അല്ലെ, എല്ലാ രീതിയിലും നന്നായിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം സാധാരണ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. Then dispose of a waste. All materials waste is then all materials that come into contact with the mercury should be discarded as dangerous waste in labeled bags or containers. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ ഒരു ഫ്ലോറൊക്കെ ആണെങ്കിൽ ഈ തരത്തിലുള്ള സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം. അല്ലാത്ത പക്ഷം ഏതെങ്കിലും മെറ്റീരിയൽസും ഒക്കെയാണത് വീണതെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപേക്ഷിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള വേസ്റ്റ് പിന്നീട് നിക്ഷേപിക്കണം? ലേബിൾഡ് ബാഗ്, അതായത് എന്താണ് ഡേഞ്ചറസ് വേസ്റ്റ് അല്ലെങ്കിൽ ഹസാർഡ് വേസ്റ്റ് ബിന്നിൽ ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കണം എന്നുള്ളതാണ്. Then adhere to local, state and federal regulations for the disposal of dangerous waste. തീർച്ചയായിട്ടും നമുക്കറിയാം ഇതൊരു അപകടകരമായിട്ടുള്ള ഒരു വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ലൊക്കാലിറ്റിയുടെ നിയമങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. സ്റ്റേറ്റിന്റെയും ലോക്കലിന്റെയൊക്കെ ഇങ്ങനെ വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നശിപ്പിച്ച് കളയണമെങ്കിൽ ചില പെർമിഷനുകളും ചില നിയമങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോകാനായിട്ടേ പറ്റുള്ളൂ. സോ ലൊക്കാലിറ്റിയുടെ സ്റ്റേറ്റിന്റെ ഫെഡറൽ റെഗുലേഷൻസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് വേസ്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ. Then last, report the spill. Spill should be reported to the concerned staff for documentation and investigation. ഓക്കെ, നമുക്കറിയാം ഇപ്പൊ ഇങ്ങനെ ഒരു സ്പില്ലേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് നടപടികൾ കൂടെയാണോ പോയിരിക്കണേന്നൊക്കെ നമുക്കറിയാം. ഒരു ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തി പ്രൂവ് ചെയ്ത് പോയാലാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചും നമുക്കറിയാം ഇൻ കേസ് ഭാവിയിൽ എന്തെങ്കിലും നിയമ നടപടികളൊക്കെ വന്നു കഴിഞ്ഞാലും കൃത്യമായിട്ട് റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നമുക്കറിയാം spills should be reported to concerned staff. ഈ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫ് വന്ന് അതിന്റെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നിർവഹിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് പോയിന്റ് റിപ്പോർട്ട് സ്പില്ലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റുകൾ ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഇന്ന് രണ്ട് സ്പില്ലേജ് വേസ്റ്റിന്റെ അല്ലെ ഏത് രീതിയിലാണ് സ്പില്ലേജ് വേസ്റ്റ് കൈകാര്യം ചെയ്യുന്നതാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉദ്ദേശിക്കേണ്ട വൈകാട്ടൊന്നായിട്ടും കളിക്കൊന്നും വേണ്ട. പക്ഷെ സൊല്യൂഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. വേസ്റ്റ് പിന്നെ ഇതിലൊക്കെ ഏത് തരത്തിലുള്ള വേസ്റ്റ് ആണ് നിക്ഷേപിക്കേണ്ടതെന്നൊക്കെ കാര്യം ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ
എന്താണ് ഫസ്റ്റ് അല്ലെ മെയിൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് വ്യക്തിത്വ ഏരിയ ഒക്കെ മെർക്കുറി സ്പില്ലേജ് ഒക്കെ വളരെ ഡേഞ്ചറസ് ആയതുകൊണ്ട് ആ ഏരിയയിൽ നിന്നൊക്കെ വ്യക്തിത്വ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവാതിരിക്കരുത്. ആ ഏരിയയിൽ നിന്ന് വിട്ടു മാറുക എന്നുള്ളതാണ് അവിടെ മെയിൻ ചെയ്യുന്നത്. ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. അത് ഏത് സ്പില്ലേജ് വേസ്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, മെർക്കുറി സ്പില്ലേജ് വേസ്റ്റ് ആണ്. കാരണം അത് തമ്മിൽ പരസ്പരം രാസപ്രവർത്തനം നടത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിന്റെ അബ്രിവേഷൻ ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക. എന്തൊക്കെയാണ് ഈ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റിൽ ഉൾപ്പെടുന്നത്? എന്താണ് ഗ്ലൗസ്, ഗോഗിൾസ്, റെസ്പിറേറ്ററി ഐറ്റംസ് ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതല്ലേ സൊല്യൂഷൻസ്, അത് ബോഡിയാണല്ലേ, ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സിന്റെ സൊല്യൂഷൻസ് പറയുന്നുണ്ട്. 1% ഹൈഡ്രോക്ലോറൈറ്റ് സൊല്യൂഷൻ ആണെങ്കിൽ ഇവിടെ 10% എന്താണ് തയോസൾഫേറ്റ് അല്ലെ സൊല്യൂഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതൊക്കെ നോട്ട് ചെയ്ത് സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെയാണ്. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.